Hello friends, welcome back to the class. Today we will be discussing about cash flow statements. Myself, Assistant Professor Arun Kumar. So, നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പാർട്ടിൽ അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെന്റ് പാർട്ടിൽ നമ്മൾ നോക്കുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. സോ ഈ ഒരു സെഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ആയിരിക്കും. Then later that we will divide the classes into three വീഡിയോസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതാണ്. അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് മെയിൻ ആയിട്ട് 3 ആക്ടിവിറ്റീസ് ആണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ഒന്ന് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഫൈനാൻസിങ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി. അപ്പൊ 3 ആക്ടിവിറ്റീസും നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വി വിൽ സ്റ്റാർട്ട് ദ സെഷൻ റൈറ്റ് നൗ. ഓക്കെ, സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്. വാട്ട് ഈസ് കോൾഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്? സോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ വരുന്ന ക്യാഷ് ഇൻഫ്ലോയും അതേപോലെ തന്നെ ക്യാഷ് ഔട്ട്ഫ്ലോയും എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. നമുക്കറിയാം നമ്മളുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ടാകാറുണ്ട്, ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടാകാറുണ്ട്. അത് നമ്മളുടെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസസ് ഉണ്ടാകാറുണ്ട്, വിച്ച് മീൻസ് പ്രീവിയസ് ഇയറിലെ ബാലൻസ് ഷീറ്റിലുള്ള ക്യാഷ് ബാലൻസ് ഇത്രയാണ്. സോ കഴിഞ്ഞ വർഷത്തെ ക്യാഷ് ബാലൻസും ഈ വർഷത്തെ ക്യാഷ് ബാലൻസും തമ്മിൽ എന്തുണ്ടാവും? ഡിഫറൻസ് ഉണ്ടാകാം. അത് ഒന്നുകിൽ കൂടാം അല്ലെങ്കിൽ കുറയാം. സോ എന്താണ് അതിന്റെ റീസൺ? ത്രൂ വാട്ട് ആക്ടിവിറ്റീസ് ആണ് നമ്മളെ സംബന്ധിച്ചോളം ഈ ക്യാഷ് കൂടിയത് അല്ലെങ്കിൽ ഇത് കുറഞ്ഞിട്ടുള്ളത് എന്ന് പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഏത് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് ടു അനലൈസ് ദ റീസൺസ് ഫോർ ചേഞ്ചസ് ഇൻ ബാലൻസസ് ഓഫ് ക്യാഷ് ബിറ്റ്വീൻ ടു ബാലൻസ് ഷീറ്റ്. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റും ഈ വർഷത്തെ ബാലൻസ് ഷീറ്റും. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ നമ്മളുടെ ക്യാഷ് ബാലൻസ് ഉണ്ടായിരുന്നത് 1 lakh rupees ആണ്. എന്നാൽ ഈ വർഷത്തെ ക്യാഷ് ബാലൻസ് ഷീറ്റിൽ ഫോർ 2024 ബാലൻസ് 1 lakhും 2025 ബാലൻസ് വരുന്നത് അറൌണ്ട് 2 lakhും ആണെങ്കിൽ there is an increase in the cash balance of rupees 1 lakh. ഈ 1 lakh rupeesന്റെ ഇൻക്രീസ് എന്തുകൊണ്ടുണ്ടായി? ഓർ വാട്ട് വാസ് ദ റീസൺ? ഇൻ കേസ് ഞാൻ തിരിച്ചാണെങ്കിൽ 2024 2 ലക്ഷം രൂപ ഉണ്ടായിരുന്ന ക്യാഷ് ബാലൻസ് 2025 ആയപ്പോൾ 1 ലക്ഷം രൂപ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ക്യാഷ് ബാലൻസ് കുറയാനുള്ള റീസൺ? ഇത് അനലൈസ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്യാഷിന്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക. എന്ത് റീസൺ കൊണ്ടാണ് ക്യാഷ് ബാലൻസ് കൂടിയിട്ടുള്ളത് അല്ലെങ്കിൽ എന്ത് റീസൺ കൊണ്ടാണ് ക്യാഷ് ബാലൻസ് കുറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ബേസിക്കലി ഇത്രയേ ഉള്ളൂ എന്ത് ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ ക്യാഷ് എന്ന് പറയുന്ന ആ ഒരു ടേമിന് ഇറ്റ് ഇൻക്ലൂഡ്സ് വാട്ട്? ക്യാഷ് ഉണ്ടാകാം, അതേപോലെ തന്നെ ബാങ്ക് ബാലൻസ് ഉണ്ടാകാം, ആൻഡ് ഓൾസോ വാട്ട്? ക്യാഷ് ഇക്വലൻസ്. സോ ക്യാഷ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് ഇൻക്ലൂഡ്സ് വാട്ട്? ക്യാഷ്, ബാങ്ക് ആൻഡ് വാട്ട്? ക്യാഷ് ഇക്വലൻസ്. നൗ വി വിൽ ഡിസ്കസ് ഇറ്റ് ഇൻ ഫർദർ. അതായത് ഇതിനെ ഒന്നുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാം. Okay, so objectives. What are the objectives of preparing what? Cash flow statements. Cash flow statements prepare ഒബ്ജക്റ്റീവ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കുന്ന സമയത്ത് ഒന്ന് നേരത്തെ പറഞ്ഞത് ഇൻഫ്ലോസ് എന്തൊക്കെയാണ്, ഔട്ട്ഫ്ലോസ് എന്തൊക്കെയാണ്, പിന്നെ അതേപോലെ തന്നെ ക്യാഷും ക്യാഷ് ഇക്വലൻസും തമ്മിലുള്ള ചേഞ്ചസുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഡിഫറെന്റ് ഏത് സോഴ്സിൽ നിന്നാണ് നമുക്ക് ഫണ്ട് വരുന്നത്, അല്ലെങ്കിൽ ഈ കിട്ടുന്ന ഫണ്ട് നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ചെലവാക്കിയിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ആണ്. അതായത് സോഴ്സസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അപ്ലിക്കേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത് പേയ്മെന്റ്സ് എവിടേക്കാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നെറ്റ് ചേഞ്ച് ഇൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഈ മൂന്നാം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. Then different sources, difference between source and application under 3 activities between the date of 2 consecutive balance sheet. ഇവിടെ ശ്രദ്ധിക്കുക, 3 ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി ബിസിനസിന്റെ ആക്ടിവിറ്റീസിനെ നമ്മൾ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. That is, one is called operating activity, second one is called investing activity, and third one is called ഫൈനാൻസിങ് ആക്ടിവിറ്റി. അപ്പം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലാണോ നമ്മൾ കൂടുതൽ പണം ചെലവാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ നിന്നാണോ കൂടുതൽ പണം നമുക്ക് വന്നിട്ടുള്ളത്? രണ്ട്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, നമ്മൾ മറ്റുള്ള സ്ഥാപനങ്ങളിലോ മറ്റുള്ള കമ്പനീസിലോ മറ്റുള്ള ഷെയർസിലോ ഡിബഞ്ചേഴ്സിലോ ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നാണോ നമുക്ക് കൂടുതൽ റവന്യൂ വരുന്നത്, അല്ലെങ്കിൽ അവിടെയാണോ നമുക്ക് കൂടുതൽ പൈസ ചെലവാകുന്നത്? പിന്നെ അതേപോലെ തന്നെ ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് ഉണ്ട്.
ഫൈനാൻസിങ് ആക്ടിവിറ്റീസിൽ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നത്, അവിടെയാണോ ആ ഒരു സോഴ്സ് ത്രൂ നമുക്ക് കൂടുതൽ ഫണ്ട് വരുന്നത്. ആ ഫൈനാൻസിങ് ആക്ടിവിറ്റി ത്രൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ ഡിവിഡൻഡുകൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റുകൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓരോ ആക്ടിവിറ്റീസിലും നോക്കുന്നത്. സോ ഈ ഓരോ ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏതാണ് റവന്യൂ, ഏതാണ് അപ്ലിക്കേഷൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് ടു ഹൈലൈറ്റ് മേജർ ആക്ടിവിറ്റീസ് ദാറ്റ് പ്രൊവൈഡഡ് ക്യാഷ് ആൻഡ് യൂസ്ഡ് ക്യാഷ്. അതായത് ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ ക്യാഷ് നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ആക്ടിവിറ്റീസിലാണ് നമുക്ക് കൂടുതൽ ക്യാഷ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് പ്രിപ്പയർ ചെയ്ത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. Now, moving on to procedure of preparing cash flow statements. That is ICAI, Institute of Chartered Accountants of India പ്രകാരം AS3 പ്രകാരമാണ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3 പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് 2001 ഏപ്രിൽ മുതൽ മാൻഡേറ്ററി ആക്കിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ എല്ലാ കമ്പനീസും നിർബന്ധമായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് 2001 ഓൺവേർഡ്സ് കമ്പൽസറി ആക്കിയതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ബേസിക്കലി അതിന് മുമ്പൊക്കെ നമ്മൾ മേജർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ആകെ രണ്ടെണ്ണം ഉള്ളൂ. ഒന്ന് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അഥവാ ഇൻകം സ്റ്റേറ്റ്മെന്റ്, പിന്നെ എന്നുള്ളത് ബാലൻസ് ഷീറ്റ് അഥവാ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയിരുന്നു. ബാലൻസ് ഷീറ്റ് അഥവാ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ എന്നുള്ളതായിരുന്നു. സോ അതിനുശേഷമാണ് നമ്മൾ പിന്നെയും കുറെ കൂടി അനാലിസിസ് പാർട്ടിൽ വരുന്ന സമയത്താണ് കുറെ അധികം കാര്യങ്ങൾ, ഇപ്പോൾ റേഷ്യോ അനാലിസിസ് ആവട്ടെ, അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ആകട്ടെ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ആകട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്തായിട്ടുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഭാഗമായിട്ട് മാൻഡേറ്ററി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. So, ഇത് prepare ചെയ്യുന്നത് every enterprises are there, that is equity or debenture securities listed on recognized exchange, and also those who are in process ഉള്ള enterprises ഒക്കെ തന്നെ, അതായത് ഇക്വിറ്റീസ് അല്ലെങ്കിൽ ഡെപ്റ്റ് സെക്യൂരിറ്റീസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ പ്രോസസ് ഉള്ള കമ്പനീസ് ആണെങ്കിൽ കൂടി ഇത് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള, ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ബിസിനസ് എന്റർപ്രൈസസ്, those whose turnover exceeds 50 crore, 50 കോടി ടേൺ ഓവർ എക്സീഡ് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ ബിസിനസ് എന്റർപ്രൈസസ് ഒക്കെ തന്നെ എന്ത് പ്രിപ്പയർ ചെയ്യണം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് നിർബന്ധമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു, ക്യാഷ് എന്ന് പറയുന്ന സമയത്ത് രണ്ട് ആസ്പെക്ട്സ് നമ്മൾ പറഞ്ഞിട്ടായിരുന്നു. ഒന്ന് ഏതാണ്, ക്യാഷും പിന്നെ അതേപോലെ തന്നെ എന്തായിരുന്നു, ബാങ്കുമാണെങ്കിൽ പിന്നൊന്നെന്തായിരുന്നു, ക്യാഷ് ഇക്വിലൻസ് ആയിരുന്നു. വാട്ട് ഈസ് ദീസ് മീൻസ്, എന്തൊക്കെയാണ് ഇതിന്റെ അകത്ത് വരുന്നത്? അപ്പൊ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ക്യാഷിന് ഹാൻഡ് വരാം, അതേപോലെ തന്നെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്സ് വരാം. ഇനി ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് എവറിത്തിങ് ഇൻ ദ ആസ്പെക്ട് ഓഫ് ക്യാഷ്. അതായത് ക്യാഷ് ഇൻ ഹാൻഡ് വരാം, ക്യാഷ് ഇൻ ബാങ്ക് വരാം, കറന്റ് ഇൻവെസ്റ്റ്മെന്റ്സ് വരാം, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് വരാം, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് വരാം, ചെക്സ്, ഡ്രാഫ്റ്റ്സ്, പിന്നെ ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, ഇങ്ങനെയുള്ള നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ എലമെന്റ്സുകളും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, ക്യാഷ് ഇക്വലൻസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സോ ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സ്, കറന്റ് ഇൻവെസ്റ്റ്മെന്റ്സ്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ചെക്സ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, പിന്നെ അതേപോലെ തന്നെ ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, അത് ട്രഷറി ബിൽസ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ക്യാഷ് ഇക്വലൻസ് ആണ് മനസ്സിലാക്കുക. ക്യാഷ് എന്ന് പറഞ്ഞൊരു സിംഗിൾ ടേം ആണെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് വാട്ട്, ക്യാഷ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ബാങ്ക് ഡെപ്പോസിറ്റ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, ബാങ്ക് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഇട്ട് ബാങ്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സിൽ 3 കാറ്റഗറൈസേഷൻ നമ്മൾ പറയുന്നത്, അതായത് 3 പാർട്ടായിട്ട് അല്ലെങ്കിൽ 3 ആക്ടിവിറ്റീസിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുക. ഒന്നാമത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ്, രണ്ടാമത് ഇൻവെസ്റ്റിംഗ് ആണ്, മൂന്നാമത് എന്താണ്, ഫൈനാൻസിങ് ആക്ടിവിറ്റിയാണ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദോസ് തിങ്സ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി, ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്, ജസ്റ്റ് പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നൗ വി വിൽ ഫർദർ മൂവ് ഓൺ ടു ദീസ് കാറ്റഗറീസ് അല്ലെങ്കിൽ ദീസ് ആക്ടിവിറ്റീസ്. എന്താണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, അതിൽ എന്തൊക്കെ ഐറ്റംസിലാണ് ഇൻക്ലൂഡ് ആകുന്നത്, എന്താണ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആകുന്നത്, എന്താണ് ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്, അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആകുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മളുടെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ സെപ്പറേറ്റ് സെഷൻസ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ആദ്യത്തെ ആക്ടിവിറ്റിയാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസിന്റെ മേജർ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി അല്ലെങ്കിൽ മെയിൻ റവന്യൂ ജനറേറ്റിംഗ് ആക്ടിവിറ്റി. അത് നമ്മുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസിനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സോ മേജർ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ഇത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പൊ ഈ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ആകുന്ന റിസിപ്റ്റ്സുകൾ എന്തൊക്കെയാണ്, പേയ്മെന്റ്സ് എന്തൊക്കെയാണ്. സോ എല്ലാ ആക്ടിവിറ്റീസിലും നമ്മളെ
സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇൻഫ്ലോ ഉണ്ടായിരിക്കും, ഔട്ട്ഫ്ലോ ഉണ്ടായിരിക്കും. ഇൻഫ്ലോനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇൻഫ്ലോ മീൻസ് വാട്ട്? ഇൻഫ്ലോ മീൻസ് വാട്ട്? അവർ റിസിപ്റ്റ്സ് ആൻഡ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ പേയ്മെന്റ്സ് ആണ്. ഓക്കെ, സോ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ ഇൻഫ്ലോസ് ഉണ്ട്, ഔട്ട്ഫ്ലോസ് ഉണ്ട്. അതേപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിലും ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസിൽ എന്തുണ്ടായിരിക്കും? ഇൻഫ്ലോയും ഉണ്ടായിരിക്കും, ഔട്ട്ഫ്ലോയും ഉണ്ടായിരിക്കും. സോ വി വിൽ ഡിസ്കസ് ദാറ്റ് പാർട്ട് ആൻഡ് വി വിൽ വൈൻഡ് അപ്പ് ദിസ് സെഷൻ. ഓക്കെ, സോ ഇൻഫ്ലോ, അതായത് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ മേജർ ഇൻഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ഒന്ന്. രണ്ടാമത്തത് എന്താണ്? നിങ്ങൾക്ക് കിട്ടുന്ന റോയാലിറ്റീസ്, ഫീസ്, കമ്മീഷൻ, പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള റവന്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്. പിന്നെ മേജർ റവന്യൂ ആയിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ഡെപ്റ്റേഴ്സിന്റെ കയ്യിൽ നിങ്ങൾക്ക് പേയ്മെന്റ്സ് കിട്ടുന്നുണ്ട്, ബിൽസ് റിസീവബിൾസ് ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മേജർ ആയിട്ട് വരുന്ന ഇൻഫ്ലോസ്. മോസ്റ്റ് പ്രോബ്ലി ഇത്രയും ഇൻഫ്ലോസ് തന്നെയാണ് കൂടുതലായിട്ടും ഉണ്ടായിരിക്കുക. ഇനി ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട പേയ്മെന്റ്സ് അഥവാ ഔട്ട്ഫ്ലോസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് ഗുഡ്സ് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്യണം. സോ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഉണ്ടാകാം, ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ്സുകൾ ഉണ്ടാകാം. ഓക്കെ, പർച്ചേസ് ഓഫ് ഗുഡ്സ് ഉണ്ടാകാം, അതേപോലെ തന്നെ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ്സ്, ബിൽസ് പേയബിൾസ്, സാലറി കൊടുക്കുന്നത്, വേജസ് കൊടുക്കുന്നത്, കമ്മീഷൻ നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, പിന്നെ അതുപോലെ തന്നെ പേയ്മെന്റ് ഓർ റീഫണ്ട് ഓഫ് വാട്ട്? ഇൻകം ടാക്സ്. പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സ് ആണ്, നോട്ട് റീഫണ്ട് ഓഫ് ഇൻകം ടാക്സ്. ഓക്കെ, സോ പേയ്മെന്റ് ഓഫ് ഇൻകം ടാക്സുകൾ ഇതൊക്കെ തന്നെ ഇതിനുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔട്ട്ഫ്ലോസ് ആണ്. ദീസ് ആർ ഔട്ട്ഫ്ലോസ് ഓഫ് വിച്ച് വൺ? ഓപ്പറേറ്റിംഗ് activities, or we could mention it as payments of what? Operating activities. Now, investing activities എന്ന് പറയുന്നത്, what is called investing activities? Investing activity എന്ന് പറയുന്നത് basically as the name suggests, നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുന്നുണ്ടെങ്കിൽ that is called what? Investing activities. അതായത് it includes what? Purchase and sale of long-term assets which are not held for sale. അതായത് നമ്മൾ സെയിൽസ് പർപ്പസിന് വേണ്ടി വാങ്ങാത്ത അല്ലെങ്കിൽ സെയിൽ പർപ്പസിനായിട്ട് പർച്ചേസ് ചെയ്യാത്ത, വിച്ച് ആർ നോട്ട് മെന്റ് ഫോർ ദ റീസെയിൽ, നോട്ട് ഹെൽഡ് ഫോർ സെയിൽ, അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ലോങ് ടേം അസറ്റ്സ് മീൻസ് ഫിക്സഡ് അസറ്റ്സുകളാണെങ്കിൽ ദീസ് അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അതായത് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് വാട്ട്? ലോങ് ടേം അസറ്റ് നോട്ട് ഹെൽഡ് ഫോർ സെയിൽ. ഇപ്പൊ ഇവിടെ നിങ്ങൾ പർച്ചേസ് ആൻഡ് സെയിൽ ഇവിടെ പറഞ്ഞത് ആൻഡ് വിച്ച് ഈസ് മീൻസ് നോട്ട് ഹെൽഡ് ഫോർ സെയിൽ. വാട്ട് ഈസ് ദിസ് മീൻസ്? അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ഫിക്സ്ഡ് അസറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഇന്ന് വാങ്ങിയിട്ട് നാളെ വിൽക്കാൻ വേണ്ടിയിട്ടല്ല. വിച്ച് മീൻസ് ഇറ്റ് ഡസന്റ് ബിലോങ് ടു ദ കാറ്റഗറി ഓഫ് വാട്ട്? ഗുഡ്സ്. അത് ഗുഡ്സിന്റെ കാറ്റഗറി വരുന്ന ഒരു സാധനം അല്ല. അതായത് നമ്മളുടെ ഒരു ഫിക്സ്ഡ് അസറ്റ്. അപ്പൊ നമ്മൾ ഇന്നൊരു മോട്ടോർ വെഹിക്കിൾ വാങ്ങുന്നുണ്ട്, അപ്പൊ നമ്മൾ അത് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ലേറ്റർ ദാറ്റ് ആഫ്റ്റർ 5 years or 6 years നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സെയിലും ചെയ്യുന്നുണ്ട്. ബട്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അത് സെയിൽ ചെയ്യാൻ വേണ്ടി സെയിൽ ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല അത് ചെയ്യുന്നത്, വാങ്ങുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പർച്ചേസോ സെയിലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതുമായി ബന്ധപ്പെട്ടുള്ള ലോങ് ടേം അസറ്റ്സുമായി ബന്ധപ്പെട്ടുള്ളത് ആണെങ്കിൽ ദേ ആർ കോൾഡ് വാട്ട്? ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള റെസിപ്റ്റ്സുകൾ എന്തൊക്കെയാണ്, അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔട്ട്ഫ്ലോസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഇൻഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് വാട്ട്? ഫിക്സഡ് അസറ്റ്സ്. നിങ്ങൾ കുറെ കാലമായിട്ട് യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിക്സഡ് അസറ്റ്സുകൾ ഉണ്ട്, നിങ്ങൾ വിൽക്കുന്ന സമയത്ത് യു വിൽ ബി ഗെറ്റിംഗ് റെസിപ്റ്റ്സ്. ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഇൻഫ്ലോ. അതേപോലെ തന്നെ നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ്സുകൾ നിങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള റെസിപ്റ്റ്സുകൾ. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ വാട്ട്? ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സിന്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, വിച്ച് മീൻസ് നിങ്ങളുടെ കമ്പനി മറ്റു കമ്പനീസിന്റെ എന്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട്? ഡിബഞ്ചേഴ്സ് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വാട്ട്? ഇൻവെസ്റ്റ്മെന്റ്, റൈറ്റ്? നിങ്ങൾ നിങ്ങളുടെ കമ്പനിയുടെ ക്യാഷ് യൂസ് ചെയ്ത് മറ്റൊരു കമ്പനി, ഇപ്പോൾ നിങ്ങളുടെ കമ്പനി എ കമ്പനി ആണെങ്കിൽ യു ആർ പർച്ചേസിംഗ് ഡിബഞ്ചേഴ്സ് ഓഫ് ബി കമ്പനി, യു വിൽ ബി ഗെറ്റിംഗ് ഇൻട്രസ്റ്റ്, റൈറ്റ്? ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പം ആ രീതിയിലുള്ള ഇൻട്രസ്റ്റ് നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതേപോലെ നിങ്ങൾ മറ്റൊരു കമ്പനിയുടെ ബി കമ്പനിയുടെ സി കമ്പനിയുടെ നിങ്ങൾ എന്ത് വാങ്ങുന്നുണ്ട്? ഷെയർസ് വാങ്ങുന്ന ആ ഷെയർസിന്റെ മുകളിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഡിവിഡൻഡ് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾസോ കൈൻഡ് ഓഫ് വാട്ട്? ഇൻഫ്ലോ. അതേപോലെ തന്നെ റീപേയ്മെന്റ് ഓഫ് വാട്ട്? അഡ്വാൻസസ് ആൻഡ് ലോൺസ്. നിങ്ങൾ കൊടുത്തിട്ടുള്ള ലോൺസുകൾ, നിങ്ങൾ കൊടുത്തിട്ടുള്ള അഡ്വാൻസസ് നിങ്ങൾക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതും എന്താണ്? ഒരു എന്താണ്? ഇൻഫ്ലോ ആണെന്ന് മനസ്സിലാക്കുക. ദെൻ റെസിപ്റ്റ് ഓഫ് വാട്ട്? ഇൻഷുറൻസ് ക്ലെയിംസ്. നിങ്ങൾ ഇൻഷുറൻസുകൾ എടുത്തിട്ടുണ്ട്, ആ ഇൻഷുറൻസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലെയിംസുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ വാട്ട്? ആൻ ഇൻഫ്ലോ. സോ ദീസ് ആർ കൈൻഡ് ഓഫ് വാട്ട്? ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് ഇൻഫ്ലോസ്. ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റി ഇൻഫ്ലോസ് ആണ് ഈ പറയുന്നത്. ഓക്കെ,
ഇനി ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യണം? പർച്ചേസ് ചെയ്യണം. അപ്പൊ അതൊക്കെ എന്താണ്? ഔട്ട്ഫ്ലോ ആണ്. അതായത് ഫിക്സ്ഡ് അസറ്റ്സിന്റെ പർച്ചേസ് 1, 2 നോൺ കറന്റ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ പർച്ചേസ്, 3 അക്വിസിഷൻ ഓഫ് ഷെയർ വാറന്റ്സ് ആൻഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ്. നിങ്ങൾ ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ ഷെയർ വാറന്റ്സ് പർച്ചേസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ഡിബഞ്ചേഴ്സിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ, ഷെയർസിന്റെ മുകളിൽ ഡിവിഡൻസ് കിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന അഡ്വാൻസ്, നിങ്ങൾക്ക് അഡ്വാൻസ് എമൗണ്ട് അല്ലെങ്കിൽ ലോൺ എമൗണ്ട് തിരിച്ചു കിട്ടണമെങ്കിൽ യു ആർ സപ്പോസ് ടു പേ ദാറ്റ്, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ അഡ്വാൻസസ് ആൻഡ് ലോൺസ് മെയ്ഡ് ടു തേർഡ് പാർട്ടി ഇൻ കേസ് ഓഫ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്, ഈ സിറ്റുവേഷൻസ് ആണെങ്കിൽ, അതായത് ഫിനാൻഷ്യൽ എന്റർപ്രൈസിന്റെ കേസസ് ആണെങ്കിൽ, ഇഫ് യു ആർ റണ്ണിംഗ് എ ഫിനാൻഷ്യൽ എന്റർപ്രൈസസ്, if you are providing loans and advances to other parties and you are getting back, okay, so അപ്പോൾ നിങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് it is an outflow. നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടുന്നുണ്ടെങ്കിൽ it is a kind of inflow. Okay, now ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. വാട്ട് ഈസ് കോൾഡ് ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്? ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ, നിങ്ങളുടെ ബോറോയിങ് സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യുന്ന ഡിസിഷൻസ് ആണ് ഇത് ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്. അതായത് ഇറ്റ് റിസൾട്ട്സ് ചേഞ്ച് ഇൻ വാട്ട്? ക്യാപിറ്റൽ ആൻഡ് ബോറോയിങ്സ് ഓഫ് ദ എന്റർപ്രൈസ്. നിങ്ങളുടെ സ്ഥാപനത്തിന്റെ എന്ത്? ക്യാപിറ്റൽ സ്ട്രക്ചറിനെ, ബോറോയിങ് സ്ട്രക്ചറിനെ ആണ് എന്തിൽ മാറ്റം വരുന്നത്? ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് മാറ്റം വരുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മാറ്റം വരണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ഷെയർസിന്റെ എണ്ണം കൂട്ടണം, അല്ലെങ്കിൽ നിങ്ങൾ ഡിബഞ്ചേഴ്സ് എന്ത് ചെയ്യണം? ഇഷ്യൂ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യണം. ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. അപ്പൊ നിങ്ങളുടെ ക്യാപിറ്റൽ എന്താക്കാൻ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദീസ് ആർ വാട്ട്? ഇൻഫ്ലോസ്. ഫോർ എക്സാമ്പിൾ, പ്രൊസീഡ്സ് ഫ്രം യു ആർ ഗെറ്റിംഗ് മണി ഫ്രം വാട്ട്? ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. ദീസ് ആർ വാട്ട്? ഇൻഫ്ലോ. നിങ്ങൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, നിങ്ങൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു, അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? പേയ്മെന്റ് റിസീവ് ചെയ്യും. സോ അത് നിങ്ങളുടെ എന്താണ്? ഇൻഫ്ലോ ആണ്, അല്ലെങ്കിൽ റിസിപ്റ്റ്സ് ആണ്. ഫ്രം വിച്ച് പാർട്ട്? ഫ്രം വിച്ച് ആക്ടിവിറ്റി? ഫൈനാൻസിങ് ആക്ടിവിറ്റി. അറ്റ് ദ സെയിം ടൈം ലോൺസ് റേസ് ഓർ ഷോർട്ട് ടേം ലോൺസ് ആകാം. ഇത് നിങ്ങൾ ബാങ്കിൽ നിന്ന് കടം വാങ്ങുന്നതാണ്, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് നിങ്ങൾ ഓടി എടുക്കുന്നുണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബാങ്ക് ക്യാഷ് ക്രെഡിറ്റ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ബോറോയിങ് കപ്പാസിറ്റിയാണ് ചെയ്യുന്നത്, എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ നിങ്ങൾ ബാങ്കിൽ നിന്ന് കടം വാങ്ങുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് എന്താണ്? ഇൻഫ്ലോ ആണ്. അപ്പൊ നിങ്ങളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെയോ നിങ്ങളുടെ ബോറോയിങ് സ്ട്രക്ചറിനെയോ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ചസിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ദീസ് ആർ പാർട്ട് ഓഫ് വാട്ട്? ഫൈനാൻസിങ് ആക്ടിവിറ്റീസ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഫൈനാൻസിങ് ആക്ടിവിറ്റിയിലെ ക്യാഷ് ഇൻഫ്ലോ ഉണ്ട്, ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ട്. ക്യാഷ് ഇൻഫ്ലോ ആണ് ഇപ്പൊ നിലവിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന്, ഇഷ്യൂ ഓഫ് ഷെയർസ് ആകാം, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആകാം, ലോൺ ടേക്കൺ ഫ്രം ദ ബാങ്ക് ആകാം, ദിസ് മേ ബി ലോങ് ടേം ലോൺ ആൻഡ് ഷോർട്ട് ടേം ലോൺസ് ആകാം, അല്ലെങ്കിൽ യു ആർ അവൈലിംഗ് credit facility from the bank, that is OD facility or cash credit facilities. Then cash outflows regarding financing activity. Financing activity യുമായി ബന്ധപ്പെട്ട് വരുന്ന ക്യാഷ് ഔട്ട്ഫ്ലോസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേയ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ബൈ ബാക്ക് ഓഫ് ഇക്വിറ്റി ഷെയർസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? തിരിച്ചു വാങ്ങുന്നു. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റിഡംഷൻ ഓഫ് വാട്ട്? ഡിബഞ്ചേഴ്സ് നിങ്ങൾ റീപേ ചെയ്യുന്നു. റീപേയ്മെന്റ് ഓഫ് ലോൺസ്, ഇന്ററിം ഡിവിഡൻഡ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, here you could see I have mentioned what? PY means what? Previous year. Proposed dividend എന്ന് പറഞ്ഞാൽ എന്താ? ലാസ്റ്റ് ഇയറിൽ പ്രപ്പോസ് ചെയ്ത് വെച്ചതാണ്, വിച്ച് ഹാസ് ടു ബി പെയ്ഡ് ഇൻ ദിസ് കറന്റ് ഇയർ. അപ്പൊ പ്രീവിയസ് ഇയറിലെ പ്രപ്പോസ് ഡിവിഡൻഡ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വർഷം പേ ചെയ്യുന്നത്. ബേസിക് തിങ് ആണ് പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് അറിയാം എന്താണെന്നുള്ളത്. നിങ്ങൾ ഇന്ന് പോയിട്ട് ഒരാളെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. സോ ആസ് ലൈക്ക് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിൽ ഓൾസോ പ്രപ്പോസ് ദ ഡിവിഡൻഡ്. ഓക്കെ, അത് ആ പ്രപ്പോസൽ വന്നതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ഈ ഡിവിഡൻഡ് എന്ത് ചെയ്യുള്ളൂ? പേ ഔട്ട് ചെയ്യുള്ളൂ. അപ്പൊ പ്രീവിയസ് ഇയറിലെ ഡിവിഡൻഡ് ആയിരിക്കും നമ്മൾ ഈ വർഷം പേ ഔട്ട് ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദോസ് തിങ്സ് വി വിൽ ഫർദർ മൂവ് ഓൺ. അതായത് നമ്മൾ പ്രോബ്ലം ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് there are some certain kinds of adjustments, some certain kinds of items that has to be properly understood. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? പ്രോപ്പർ ആയിട്ട് ഒന്നുകൂടി വളരെ ക്ലാരിറ്റിയോട് കൂടി പറയുന്നതായിരിക്കും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺസുകൾ, നിങ്ങൾ ലോണിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ പ്രിലിമിനറി എക്സ്പെൻസസ്, പിന്നെ അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ് ഓഫ് ബാങ്ക് ഓഡിയിൽ എന്ത് വരുന്നുണ്ട്? ഡിക്രീസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് വരുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നിങ്ങളുടെ എന്താണ്? ക്യാഷ് ഔട്ട്ഫ്ലോസിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഫൈനാൻസിങ് ആക്ടിവിറ്റീസിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് മെൻ ബൈ വാട്ട്? Change in your capital and what? Borrowing capacities or borrowing structure of the enterprise. Okay, now we will move on to other elements like taxes on income are there, then non-cash transactions are there, but that we will discuss from the part of problem side. So ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാണ്. ലൈക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് എന്താന്ന് പറഞ്ഞു, വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് പ്രിപ്പയറിംഗ് ഇറ്റ്, അതായത് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു,
Then we discussed about three activities, that is operating activity, financing activity and investing activity. Operating activity ആണ് നമ്മളെ എന്ത് എന്ന് പറയുന്നത് മേജർ ആയിട്ടുള്ള റവന്യൂ സോഴ്സ്, അതിൽ ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ട്, ക്യാഷ് ഔട്ട്ഫ്ലോസ് ഉണ്ട്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് എന്താണ് ഫിക്സഡ് അസറ്റ്സ് മെൻഷൻ ചെയ്യുന്നതാണ്. പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ദാറ്റ് ആർ നോട്ട് മെന്റ് ഫോർ സെയിൽ പർപ്പസ് ആണ്. അതിലും ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഉണ്ട്. ഫൈനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ദോസ് റിസൾട്ട് change in your capital and what? Change in your capital and what? Borrowing capacities of the enterprise. Okay, so I hope so that you have understood everything that has been explained till now, and we will meet on the next video or next class, probably by tomorrow. So thank you very much. Then അതേപോലെ തന്നെ ക്ലാസ് പ്രോപ്പർ ആയിട്ട് അണ്ടർസ്റ്റുഡ് ആണ് എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് വാട്ട് കമന്റ്. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, ദാറ്റ് ഈസ് കൺസെപ്ച്വൽ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഡു ഫോളോ our channel Emporio Academy. So once again, thank you.